ഇന്ന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറോളം മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അരമണിക്കൂറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചിക്കനൊന്ന് നമുക്ക് കുളിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ട ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടത് കോൺഫ്ലവർ, മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ലൂസ് ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവറും മൈദപ്പൊടിയും എടുത്ത് വെക്കാം കേട്ടോ. ഇത് നമ്മൾ കോട്ടിങ്ങിനായിട്ട് എടുക്കണതാണ്. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുക പാനിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം ആ ബാറ്ററി മുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടിയുള്ള ആ പൊടിയില്ലേ അതിലേക്ക് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കുടഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എല്ലാം ആക്കിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അങ്ങാടിങ്ങാടും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡിയായി വരും. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.